Our government will launch a scheme to help deserving sections of the middle class, and I quote from Honorable Prime Minister's words, living in rented houses or slums or chawls and unauthorized colonies, unquote, to buy or build their own house. ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ നിർമ്മല സീതാരാമന്റെ ബജറ്റ്. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ല. യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും പരിഗണന. തുടർഭരണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ധനമന്ത്രി. The goal of Viksit Bharat, with good intentions, true dedication and hard work in the coming years and decades. With this, Honorable Speaker, I commend the interim budget to this August House. രാജ്യത്തിന്റെ ശോഭന ഭാവി കെട്ടിപ്പടുക്കാനുള്ള ബജറ്റെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യം പരിഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. പ്രഖ്യാപനങ്ങൾ കോപ്പി പേസ്റ്റ് എന്ന് കെ.എൻ. ബാലഗോപാൽ. കേരളത്തോട് പൂർണ്ണ അവഗണനയെന്ന് വി.ഡി. സതീശൻ. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടാക്സികളുടെ എണ്ണം കൂട്ടും. 100% വർദ്ധിപ്പിക്കുമെന്ന് ദുബായ് ടാക്സി കമ്പനി. 350 പരിസ്ഥിതി സൗഹൃദ ടാക്സികൾ കൂടി ഉൾപ്പെടുത്തും. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് പ്രീ അപ്രൂവ്ഡ് ഓൺ അറൈവൽ വിസ സംവിധാനവുമായി എമിറേറ്റ്സ് എയർലൈൻസ്. 14 ദിവസത്തെ സിംഗിൾ എൻട്രി വിസ അനുവദിക്കും. യുകെയിൽ നിന്നും യുഎസിൽ നിന്നുമുള്ള ഇന്ത്യക്കാർക്ക് ഗുണകരമാകുമെന്ന് പ്രതീക്ഷ. വീണ വിജയനെതിരായ SFIO അന്വേഷണത്തിൽ കരുതലോടെ പ്രതികരിച്ച CPM. ഒരു കുടുംബത്തെയാകെ തകർക്കാനുള്ള ശ്രമമെന്ന് AK ബാലൻ. മസാല ബോർഡിൽ ഇഡിക്ക് നോട്ടീസ്. നടപടി തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജി. ലോറിക്ക് വിചാരിച്ച് നടക്കും. മുത്തങ്ങ ബന്ദിപ്പൂർ വനമേഖലയിൽ യാത്രക്കാരെ ഓടിച്ച് കാട്ടാന. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൃശൂർ ചൊവ്വന്നൂരിൽ ആനയിടഞ്ഞു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ്. കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി 57 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം. പൊതു തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന തികഞ്ഞ പ്രതീക്ഷയും ധനമന്ത്രി നൽകി. ആദായ നികുതി പരിധിയിൽ മാറ്റങ്ങൾ വരുത്തിയില്ല. നിലവിലുള്ള നിരക്കുകൾ തുടരും. പ്രത്യക്ഷ പരോക്ഷ നികുതികളിലും ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ല. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ അടുത്ത 5 വർഷം 2 കോടി വീടുകൾ നിർമ്മിക്കും. അടിസ്ഥാന വികസനത്തിനായി 11 ലക്ഷം കോടി രൂപ വകയിരുത്തി. കാർഷിക മേഖലയ്ക്ക് കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. ആരോഗ്യ മേഖലയിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചതൊഴിച്ചാൽ മറ്റ് പ്രഖ്യാപനങ്ങളില്ല. പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള ബജറ്റുകളുടെ പതിവ് തെറ്റിക്കുന്നതായിരുന്നു നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗം. മോദി ഗ്യാരണ്ടി ഉറപ്പിക്കുന്നതാണോ ബജറ്റ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സലിം ചോലമുഖത്ത്, ഇടത് സഹയാത്രികൻ ശ്രീ രമേശ് മണിക്കോത്ത്, BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ രമേശ് മണിക്കോത്ത്, 2019 തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുൻപ് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ അന്നത്തെ ധനമന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചതുപോലെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല. അന്ന് കർഷകർക്ക് 6000 രൂപ അവരുടെ കയ്യിൽ കിട്ടുന്ന പദ്ധതി ഉൾപ്പെടെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ അത്തരം ജനപ്രിയ നടപടികളോ പ്രഖ്യാപനങ്ങളോ വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചത്? നമസ്തേ. 2047 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബജറ്റാണ് ശ്രീ നിർമ്മലാജി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇപ്പോ സാധാരണ നിലയിൽ മാഡം പറഞ്ഞതുപോലെ സാധാരണ നിലയിൽ ഒരു ഇലക്ഷനെ നേരിടുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികളാവട്ടെ അല്ലെങ്കിൽ മുന്നണിയാവട്ടെ അവര് സാധാരണ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ജനങ്ങളെ കയ്യടി വാങ്ങിച്ച് അധികാരത്തിൽ വരാനാണ് നോക്കാറ്. പക്ഷേ ഈ ബജറ്റിൽ തിരിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ 19 നിന്നും വിപരീതമായി. പക്ഷെ നിങ്ങൾ പറഞ്ഞ കർഷകർക്കുള്ള പെൻഷൻ 6000 നിങ്ങളായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചത്.
അല്ല, അത് കൊടുക്കുന്നുണ്ട്, അത് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, എന്നും തുടരും. അത് തന്നെ 6000 കർഷകർക്ക് നേരിട്ടെത്തുന്നത് എന്നും തുടരും. 19 നിങ്ങൾ അത്തരം ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു. അതെ, അതിലും കോൺഫിഡന്റ് ആയിട്ട് ഇപ്പോ എന്തുകൊണ്ട് അതുപോലെ വാരിക്കോരി കൊടുക്കാതെ, ഞാൻ പറഞ്ഞില്ല 2047 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യയുടെ സമഗ്രമായ വികസനം, ഇന്ത്യ അപ്പം 7ാം സ്ഥാനത്ത് 5ാം സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് അനുസൃതമായിട്ടുള്ള പരിപാടികൾ, പ്ലാനുകൾ ചെയ്തുകൊണ്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബജറ്റാണ്. അതേസമയം രമേശ് മണിക്കോത്ത് ഇടപെടുന്നതിൽ ക്ഷമിക്കുക. അപ്പൊ 2019 പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ പ്രഖ്യാപിച്ചതാണോ ആ പദ്ധതി? 2014 ഭരണത്തിന്റെ വിജയ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടും അതോടനുബന്ധിച്ച് 1-2 ഇതുപോലുള്ള പദ്ധതികളുമാണ് പ്രഖ്യാപിച്ചത്. ഒന്നുമല്ലാതെ എല്ലാ ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തത് വീണ്ടും. അപ്പൊ ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ അതിലും ഒരു പടി കൂടി, കാരണം 10 വർഷമാകാൻ പോവാണ്. കഴിഞ്ഞ ഈ 10 വർഷത്തെ ഭരണത്തെ നേട്ടങ്ങൾ ഒരു സാധാരണ നിലയിൽ ഒരു ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ജനങ്ങളെ നേരിടുമ്പോൾ അതിന് വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇന്ന് NDAയുടെ ഈ ഭരണ സഖ്യത്തിന് മുന്നോട്ട് പോകാനുള്ള കരുത്തെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം ജനങ്ങൾക്ക് നടപ്പിലാക്കിയ പദ്ധതികൾ, സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാ മതവിഭാഗങ്ങൾക്കും, എല്ലാ ജാതി മത കക്ഷി ഭേദമന്യേ എല്ലാവർക്കും ഇന്ത്യൻ പൗരനാണെങ്കിൽ അവർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ നേരിട്ട് കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വളരെ കോൺഫിഡൻസോടുകൂടി 1 രൂപയുടെ അഴിമതിയില്ലാതെ വളരെ ഇതായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഭരണം ഇതുവരെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ജനങ്ങൾക്ക് വിശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ചു. ജനങ്ങൾക്ക് അത് ഗുണപരമായ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഇപ്പൊ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ വീണ്ടും പറയണ്ടല്ലോ, നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ് ഇന്ന് കാലത്ത് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പ്രത്യേകമായിട്ട് തന്നെ ഇപ്പോ 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ റെയിൽവേക്കുള്ള 2700 കോടിയുടെ വികസനം, പിന്നെ 40,000-ത്തോളം വരുന്ന കോച്ചുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് വന്ദേ ഭാരതിന് സമാനമായ. പിന്നെ റെയിൽവേ വികസനം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ, അത് എയർപോർട്ടിന് തുല്യമായ റെയിൽവേ സ്റ്റേഷനുകളാണ് വരാൻ പോകുന്നത്. അത് പണ്ട് നമ്മൾ കണ്ടതുപോലെ പൂച്ചയും നായും പെറ്റ് കിടക്കുന്നതല്ല. അത് ഏറ്റവും ഹൈടെക് രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, അതിന്റെ പാത ഇരട്ടിപ്പിക്കൽ, ബ്രിഡ്ജുകൾ, ഇങ്ങനെയുള്ള എല്ലാത്തിനും ഗവൺമെന്റ് വകവരുത്തിയിട്ടുണ്ട്. ഈ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധാരണക്കാരുടെ, അത് 4 പോയിന്റാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. കർഷകരുടെ, യുവാക്കളുടെ, അതേപോലെ വനിതകളുടെ, പിന്നെ സാധാരണക്കാരുടെ, ഇങ്ങനെ 4 വിഭാഗം ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണക്കാർക്ക് ഗുണകരമായ പല പദ്ധതികളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണത്തെ വിലയിരുത്തി BJP ഗവൺമെന്റിന് അനുകൂലമായ വിധിയെഴുത്തുണ്ടാവും. ആ രീതിയിലുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ശരി, ശ്രീ അജി കുര്യാക്കോസ്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. തുടർ ഭരണം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങളുടെ ആവശ്യമില്ല തുടർ ഭരണത്തിന് എന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം വിഷനോട് കൂടിയുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ ന്യായം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബജറ്റ് എന്നതിന്റെ ന്യായം ക്ലിയർ ആണോ? മ്യൂട്ടാണ്. ആദ്യമായിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ എൻ്റെ രമേശ് ജി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നായ പെറ്റുകിടക്കാത്ത ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകാനൊരു ആഗ്രഹം എനിക്ക് പണ്ടേ ഉണ്ട്. കാരണം ഞാൻ കുറെ കാലമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ടുള്ള മറ്റേ ശൗചാലയമുള്ള ട്രെയിനുകളിൽ 10 വർഷമായിട്ട് ഞാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മൂകാംബിക യാത്ര ചെയ്യുമ്പോൾ ശൗചാലയത്തിൽ പോയിട്ട് എനിക്ക് ശൗചാലയത്തിൽ ഒന്നും നടത്താൻ സാധിച്ചില്ല. അത്രയ്ക്ക് വൃത്തിയാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ മാറും. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമുക്കിപ്പം ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ കേട്ടപ്പോൾ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം, 27,000 കോടി രൂപ ടാക്സ് പിരിച്ചെടുക്കാനുണ്ട്. അതിൽ തന്നെ 9,000 കോടി രൂപ അൺഡിസ്പ്യൂട്ടഡ് ടാക്സ് ആണ്. അൺഡിസ്പ്യൂട്ടഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഡിസ്പ്യൂട്ടും ഇല്ല, അവരത് അടയ്ക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ അൺഡിസ്പ്യൂട്ടഡ് ടാക്സ് 2010 മുതലേ പെൻഡിങ് ആണ്.
അതായത് ശ്രീമാൻ നരേന്ദ്രമോദിജി, നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മോഡിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ടാക്സ് പിരിച്ചെടുത്തിട്ടില്ല. അതുപോലെ തന്നെ പല ബാങ്കുകളിലും വായ്പാ കുടിശ്ശിക എഴുതി തള്ളി. അത് പാവപ്പെട്ട കർഷകന്റെ അല്ല, 2000, 3000, 20,000 അടക്കമുള്ള കർഷകന്റെ അല്ല, വലിയ വലിയ ആൾക്കാരുടെ കുടിശ്ശികയൊക്കെ എഴുതി തള്ളി. ഇന്ന് നമ്മൾ കണ്ടത് എന്താണ്? ഒരു പ്രകടന പത്രിക വായിക്കുകയാണ്. ഇന്നലെ നമ്മൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മീറ്റിംഗ് നടന്നപ്പോൾ നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് പ്രസിഡന്റ് വന്നിട്ട് നമ്മുടെ ജോയിന്റ് പാർലമെന്ററി മീറ്റിംഗിൽ അവതരിപ്പിച്ച എന്താണ്? ഒരു പ്രകടന പത്രിക. 10 വർഷത്തെ ഈ പ്രധാനമന്ത്രിയുടെ, കാരണം ഇത് ഗവൺമെന്റിന്റെ അല്ല കേട്ടോ, പ്രധാനമന്ത്രിയുടെയാണ്. കാരണം ഇപ്പം രമേശ് ജി പറഞ്ഞത് മോഡിജിയുടെയാണ്. അപ്പൊ മോഡിജിയുടെ 10 അല്ലല്ല, ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോഡിജിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യം വേറെ വരാൻ പോകുന്നുണ്ട്. അത് വരട്ടെ രമേശ് ജി. ഞാൻ പറയുന്നത്, ഞാൻ മോഡിജിനെ അംഗീകരിക്കുന്നു, അദ്ദേഹം നല്ലൊരു ഭരണകർത്താവാണെന്ന് നിങ്ങൾ പറയുന്നത് ഞാനത് കേട്ടിരിക്കാം. പക്ഷേ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. കാരണം ഈ ബഡ്ജറ്റിന് മുമ്പ് ഇന്നലത്തെ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ബഹുമാനിയായ ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞതും ഇന്നത്തെ ഈ ബഡ്ജറ്റിനകത്ത് ബഹുമാനിയായ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതും ഒന്നാണ്. കാരണം ഇത് ഒരു പ്രകടന പത്രിക വായിക്കുകയായിരുന്നു. ഈ പ്രകടന പത്രിക വായിക്കുന്നതിനിടയിൽ ചില തെറ്റുകൾ, ഈ 9,000 കോടി രൂപയുടെ കാര്യമൊക്കെ അറിയാതെ ടങ് സ്ലിപ്പായിട്ട് വന്നതാണ്. കാരണം ഇവിടെ ഇപ്പോഴത്തെ ആവശ്യം, പിന്നെ മാഡം ചോദിച്ചു, ഇത് ഒരു ആത്മധൈര്യമാണോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും? ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും ചെറിയ കുട്ടികൾ പോലും പറയാത്തൊരു കാര്യം പറഞ്ഞേ. ഒരു ഇൻട്രീം ബഡ്ജറ്റാണ്. അടുത്ത സമ്പൂർണ്ണ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ അവതരിപ്പിക്കും. ഇതൊക്കെ ഈ ഇന്ത്യ ജനത കേട്ടിരിക്കുകയാണ്. കാരണം ഇതിൽ കൂടുതൽ ശക്തയായ ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരിച്ച ഇന്ത്യയാണിത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യയാണിത്. അവർ പോലും പറയാൻ പറ്റാത്ത, അതല്ലെങ്കിൽ ഇതൊക്കെ പോട്ടെ, ബ്രിട്ടീഷുകാരെ ലോർഡ് മൗണ്ട് ബാറ്റൻ പോലും പറഞ്ഞിട്ടില്ല അടുത്ത വർഷം ഈ ബഡ്ജറ്റ്, അന്നത്തെ കാലത്തെ ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു അവസാനിപ്പിച്ചോട്ടെ. ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്നറിയൂ? ഞങ്ങൾ ഇതൊക്കെ ഭരിക്കും. ഇപ്പൊ നമ്മൾ ജാർഖണ്ഡിൽ കണ്ടു വിമാനം റദ്ദാക്കിയതൊക്കെ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഭരിക്കും, അതായത് ഹുക്ക് ഓർ ക്രുക്ക്, ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ എങ്ങനെയെങ്കിലും ഭരിക്കും. ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയിലെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി കണ്ടുകൊണ്ടായിരിക്കും, വെറുതെ എന്തിനാ കാശ് മുടക്കുന്നത് വിചാരിച്ചതായിരിക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അജി കുര്യാക്കോസ്, ശ്രീ സലിം ചോലമുഖത്ത്, ഇവിടെ ഇപ്പോൾ മൂലധന നിക്ഷേപം വലിയ രീതിയിൽ കുറയ്ക്കാൻ, അല്ലെങ്കിൽ കൈയൊതുക്കത്തോടു കൂടി നിർത്താൻ, കൈ അയച്ച് ചെയ്യേണ്ടതില്ല എന്ന ഒരു തോന്നൽ നിർത്തിക്കൊണ്ടാണ് അതിനൊക്കെ അലോക്കേഷൻസ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2047-ൽ ഒരു വികസിത ഭാരതമായി രാജ്യം മാറുന്നു. അപ്പോൾ അതിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ദീർഘകാല വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന നിലയിലാണ് ഈ സമീപനം എന്നതാണ് BJP പ്രതിനിധി വിശദീകരിച്ചത്. താങ്കൾ യോജിക്കുന്നുണ്ടോ? നോക്കൂ, നമുക്കറിയാം, ഈ BJP ആദ്യമായിട്ടല്ലല്ലോ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ഇതിനു മുമ്പ് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി 1999 മുതൽ 2004 വരെ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഈ പറയുന്ന BJPയും സംഘപരിവാറും പറഞ്ഞിരുന്നൊരു കാര്യം, 2020 വികസിത ഇന്ത്യ നിലവിൽ വരും എന്നുള്ളതായിരുന്നു. അതുപോലെ 2014 ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെമ്പാടുമുള്ള പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരോട് ഒരു ആഹ്വാനം നടത്തിയത്, പരസ്യമായിട്ട് ആഹ്വാനം നടത്തിയത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ രാജ്യം ഇതാ വികസിത രാജ്യങ്ങളോടൊപ്പം എത്താൻ പോകുന്നു, നിങ്ങളെല്ലാം തിരിച്ചു വരൂ എന്ന് 2014 10 വർഷം മുമ്പ് ആഹ്വാനം ചെയ്ത ആ നരേന്ദ്രമോദി, അതുപോലെ 1999 2020 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രഖ്യാപിച്ച BJPക്കാർ ഇപ്പൊ പറയുന്നത് 2047 വരെ നമ്മൾ കാത്തിരിക്കണം വികസിത ഇന്ത്യ ആകാൻ എന്നുള്ളതാണ്. അപ്പൊ എത്ര പരിഹാസ്യമാണ്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോ ഒട്ടും, ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് നടത്തിയിട്ടുള്ള ബജറ്റ് പ്രസംഗം എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതല്ല അതിന്റെ പ്രത്യേകത. ഏറ്റവും ലാഘവത്തോടു കൂടി, അങ്ങേയറ്റവും ഗൗരവം കുറഞ്ഞ രീതിയിൽ ഈ ബജറ്റിനെ കണ്ട ഒരു ഗവൺമെന്റ് എന്നുള്ളതാണ്. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പുരോഗമന പ്രവർത്തനം, ഒരു ക്ഷേമ പ്രവർത്തനവും പ്രഖ്യാപിക്കാതെ കോർപ്പറേറ്റുകൾ, ഇപ്പൊ ഇവിടെ ചെറിയ രമേശ് പറഞ്ഞല്ലോ, ഞങ്ങൾ വാരിക്കോരി കൊടുക്കുന്നില്ല.
അല്ല, അത് തെറ്റാണ്. നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കാ. കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറച്ചല്ലോ. ഇവിടുത്തെ സാധാരണക്കാരൻ, നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ സാധാരണഗതിയിൽ ഇങ്ങനെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുമ്പായിട്ടൊരു സാമ്പത്തിക സർവേ നടത്തി ആ കാര്യം കൂടി ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കാറുണ്ട്. ഇത്തവണ അതൊന്നും ഉണ്ടായില്ല. അപ്പോ അങ്ങനെ സർവേ നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എത്രമേൽ കഷ്ടകരമായിട്ടുള്ള ജീവിതമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വിശദീകരിക്കുന്ന ധാവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് വന്നില്ലല്ലോ. ഞാൻ അതാ പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ബജറ്റുമായിട്ട് താരതമ്യം ചെയ്ത് അന്ന് പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികൾ എത്രകണ്ട് നടപ്പിലാക്കി എന്ന് ഇപ്പൊ പരിശോധിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ ക്ഷേമ പദ്ധതികൾ, ഈ വളം, കൃഷി സബ്സിഡി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അന്ന് നിശ്ചയിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഇപ്പൊ ചെലവഴിച്ചിട്ടുള്ളത്. ഇനി അടുത്ത വർഷം ഈ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഒരു നിലക്കും ഈ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല വൻകിട കോർപ്പറേറ്റുകളെ തുടർന്നും പരിലാളിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണ് അവർ. അതിലേക്ക് അവരെ നയിച്ചത് ഇപ്പൊ ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മവിശ്വാസം നിർഭാഗ്യവശാൽ സംഘപരിവാറിനെയും BJP-യെയും അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തോ, മനുഷ്യരെ സംബന്ധിച്ച് നിങ്ങൾ എത്ര കാലം പറഞ്ഞ് ഈ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ ആളുകളെ തെരുവിലിറക്കാൻ കഴിയും, ആളുകളെ തമ്മിലടിപ്പിക്കാൻ കഴിയും. എല്ലാ കാലത്തേക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അപ്പോ കുറച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ, സാധാരണ പച്ച മനുഷ്യരെ അവന്റെ ജീവൻ പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടി വരും. അവിടെ മതം മാറ്റിവെച്ച് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഈ ബജറ്റിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബജറ്റിലും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും തൊഴിലാളി എന്നൊരു പദമേ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എത്ര കണ്ട് വെറുപ്പോട് കൂടിയാണ് അല്ലെങ്കിൽ അവജ്ഞയോട് കൂടിയാണ് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളെ ഈ BJP-യും സംഘപരിവാറും കാണുന്നത് എന്ന് ഈ സമീപനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കർഷക സംഘടനകൾ ഉൾപ്പെടെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നടത്താൻ പോവുകയാണ്. അതിന്റെ പരിസമാപ്തി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുക തന്നെ ചെയ്യുമെന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ. ശരി, ശ്രീ രമേശ് മണിക്കോത്ത്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആശ്വാസ പദ്ധതികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. മിഡിൽ ക്ലാസിനെ സാധാരണക്കാർ പ്രതീക്ഷിച്ചു. സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ ക്ഷേമ പദ്ധതികളുമായിട്ടൊക്കെയും എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് ഈ ആദായ നികുതി സ്ലാബിൽ എന്തെങ്കിലും മാറ്റം വരുമോ അത് ഉയർത്തുമോ എന്ന ഒരു പ്രതീക്ഷ അവരും വെച്ച് പുലർത്തിയിരുന്നു. ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലത്തെ അവസ്ഥ അതേപോലെ തുടരുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ഇന്ന് തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തുമാകാം, ഒന്നിനെയും പേടിക്കാനില്ല, എല്ലാം ഉറപ്പാണ് ഞങ്ങൾക്ക് എന്ന ഒരു അമിത ആത്മവിശ്വാസം. അദ്ദേഹം സലീം അതിന്റെ കാരണം സൂചിപ്പിച്ചു. രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തി നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അവിടെ അപ്പോൾ മറ്റ് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന ഒരു അമിത ആത്മവിശ്വാസമാണോ നിങ്ങളെ നയിക്കുന്നത്? ഇത് അമിത ആത്മവിശ്വാസമല്ല മേഡം. ഇത് സലീം പറഞ്ഞില്ലേ നേരത്തെ, രാമക്ഷേത്രം ഒറ്റ കൊണ്ട് മാത്രമാണ്. 2014 BJP അധികാരത്തിൽ വന്ന് രാമക്ഷേത്രം കൊണ്ടാണ്. 2019 BJP അധികാരത്തിൽ വന്ന് രാമക്ഷേത്രം കൊണ്ടാണ്. രാമക്ഷേത്രം സ്ഥാപിക്കുമെന്നുള്ളതായിരുന്നു മാത്രവുമല്ല ശ്രീ രമേശ് മണിക്കോത്ത്, 2019 താങ്കൾ തന്നെ സൂചിപ്പിച്ചുവല്ലോ, അന്ന് ഉറപ്പില്ലായിരുന്നു, അതുകൊണ്ട് അന്ന് അത്തരം പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ വേണ്ടി വന്നു എന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. അത് മേഡം എന്റെ താങ്കളുടെ വാക്കിൽ നിന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റിയത് അതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അന്ന് അതില്ലായിരുന്നു, അപ്പൊ അത് വേണ്ടി വന്നു എന്നുള്ളതല്ലേ താങ്കൾ പറഞ്ഞത്? അന്ന് 2014 മുതൽ ഉണ്ടായ ഭരണത്തിന്റെ നേട്ടങ്ങൾ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിട്ടത്. അന്ന് രാമക്ഷേത്രം പറഞ്ഞിട്ടില്ല. 2024 ഞങ്ങൾ പോകുന്നത് നേട്ടങ്ങൾ പറഞ്ഞു തന്നെയാണ്. രാജ്യത്തിന്റെ വരുംകാല പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞു തെറ്റാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ രാമക്ഷേത്രം ഞങ്ങൾ 2019 പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് നടപ്പിലാക്കുന്നുള്ളത്. അത് നടപ്പിലാക്കി. അപ്പൊ അതിന്റെ പിന്നാലെ പോക്കല്ലേ ഇവിടെ. അല്ലാതെ തന്നെ വേറൊന്ന് സലീം പറഞ്ഞത്, ഇടത് നിരീക്ഷകനായ സലീം പറഞ്ഞത്, ഇവിടെ തൊഴിലാളി എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ, 4 പില്ലറുകൾ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒന്ന് സാധാരണക്കാർ, അതിൽ ഈ തൊഴിലാളികളൊക്കെ വരും. രണ്ടാമത് കർഷകർ, അന്നദാതാവ്, പിന്നൊന്ന് നാരീശക്തി, സ്ത്രീകൾ,
പിന്നെ ഒന്ന് യുവാക്കൾ. ഈ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സലീം കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമ്മൾ പറയേണ്ടതൊക്കെ പറയുന്നുണ്ട്. ഇടതുപക്ഷം എന്താണ് പറയാന്നൊക്കെ നമുക്കറിയാം. ഇടതുപക്ഷം എങ്ങനെയാണ് ഇവിടെ ഭരണം നടത്തുന്നത്, മിസ്മാനേജ്മെന്റ് അതൊന്നല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ധനകാര്യ ടീമാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ബാലഗോപാലിനെ പോലെ നമ്മളെ എണ്ണ തേപ്പിച്ച് കൊല്ലാൻ നടക്കുകയാണ്. അങ്ങനെയൊന്നല്ല നടക്കുന്നത്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശരി, അപ്പോൾ പോലും ശ്രീ അജി കുര്യാക്കോസ്, പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 2 കോടി വീടുകൾ വരുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ കൊടുക്കുന്ന നടപടികളുണ്ട്. റോഡ് ഗതാഗതം, റെയിൽവേക്ക് ഉൾപ്പെടെ അത്തരം അലോക്കേഷനുകളുണ്ട്. 40,000 റെയിൽ ബോഗികൾ വന്ദേ ഭാരത് അതിന്റെ സൗകര്യങ്ങളോട് കൂടി മാറാൻ പോവുകയാണ്. അപ്പോൾ ചില കരുതലുകൾ, അത് നമ്മളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില കരുതലുകളുണ്ട്. അതിനോടൊപ്പം തന്നെ ചില ജനപ്രിയം എന്ന് തോന്നാവുന്ന സമീപനങ്ങളുണ്ട്. നേരത്തെ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ തുടർച്ചയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ആത്മവിശ്വാസം ആകാമല്ലോ ഒരു പരിധിവരെ. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും, ഈവൻ ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരെ അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ, ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും ആത്മവിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ചോദിക്കാൻ 2-3 കാര്യങ്ങൾ. 1.5 മിനിറ്റേ ഉള്ളൂ താങ്കൾക്ക്. 1.5 മിനിറ്റ് ഉണ്ട് അതിനുള്ളിൽ. അത് ഞാൻ ചോദിച്ചോട്ടെ, ഈ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ രമേശ് ജി? ഈ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? 2047 നിങ്ങൾ ഉന്നം വെക്കുന്നത്. പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അത് നിർത്തലാക്കി. അപ്പൊ എന്തുകൊണ്ടാണ് നിർത്തലാക്കിയത് എന്നുള്ളത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അമ്പലം പണിതു, അതുപോലെ തന്നെ ഈ നേരത്തെ ഈ കർഷകരെ കുറിച്ച് പറഞ്ഞു. ഈ അമ്പലം പണിതതിനെ കുറിച്ച് ഈ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനിയായ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്തൊക്കെ കളികളാണ് കളിച്ചതെന്നറിയോ? ആ അമ്പലം പണിത ദിവസമാണ് ഇത് ഉണ്ടാക്കിയത്. ഇതൊക്കെ നിങ്ങൾക്ക് നാണമാവില്ലേ രമേശ് ജി? ഞാൻ എത്ര കോടിക്കണക്കിന് ജനങ്ങളാണ്, 152 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ എത്രയോ ജനങ്ങൾക്കാണ് ഇന്ന് ശൗചാലയവും ഗ്യാസും അതുപോലെ തന്നെ കയറി കിടക്കാൻ ഇടവുമില്ലാത്തത്. ആ സമയത്താണ് നിങ്ങൾ അമ്പലം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി എനിക്ക് ഇതിൽ കൂടുതൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് പുറത്തേക്ക് അയച്ചിട്ടുണ്ട്, ഞങ്ങളെ പോലെ പ്രവാസികൾ. അവർക്ക് നിങ്ങൾ എന്താ തന്നത്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, രമേശ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി BJPയുടെ ഒരു ഔദാര്യം നിങ്ങൾക്ക് കിട്ടില്ല നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് വോട്ടില്ലാത്ത പ്രവാസികളെ കുറിച്ചൊന്നും ഒരു പരാമർശം പോലും ഇല്ല. വോട്ടുള്ളവരുടെ അവസ്ഥയിലെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഈ പ്രവാസികൾ പറയട്ടെന്ന പരിപാടിയില് ഞാൻ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞത്? വിമാനത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? വിമാന ചാർജിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പൊ ഇതൊന്നും പറയാനില്ല. അവർക്ക് ആത്മവിശ്വാസമാണ്. എന്താണ് ആത്മവിശ്വാസം എന്നറിയോ? അമ്പലം പണിതു, അമ്പലത്തിലേക്ക് യജമാനായിട്ട് കയറി വന്നു. ഇതൊക്കെയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യം എന്നാണ് ധരിച്ചിരിക്കുന്നത്. കാലം തെളിയിക്കും. ഇല്ല രമേശ്, ഒരു മിനിറ്റ്. കാലം തെളിയിക്കും. ഇനിയിപ്പോ ഗ്യാൻവാപ്പി കൊണ്ടുവരുന്നുണ്ട്. കാലം തെളിയിക്കും. ഇതെല്ലാം കാലം തെളിയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ നിങ്ങളെ തൂത്തെറിയുന്നൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ നിങ്ങളോട് ചോദിക്കും, ഞങ്ങൾക്ക് എന്ത് തന്നു? നിങ്ങൾ അമ്പലം തന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ അമ്പലത്തിൽ പോയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കും. അതിന് വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. അജി കുര്യാക്കോസ് പറഞ്ഞ കോൺഗ്രസ് പറഞ്ഞത് ഇവിടെ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. 2014 മോദിജി വന്നത്. അതിനു മുന്നേ കോൺഗ്രസ് ഭരിച്ചിട്ട് ഇവിടെ ഒരു പാസ്പോർട്ട് പുതുക്കണമെങ്കിൽ 40 ദിവസം. ശരി, എന്റെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ സലീമിലേക്ക് ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ശ്രീ സലീം, ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് കാത്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ആശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടപടികൾ അവിടെ നിന്നും ഉണ്ടാകുമോ എന്ന്. പലിശരഹിത വായ്പയുടെ ഒരു കാര്യം പറയുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ അലോക്കേഷനൊക്കെ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുകയാണ്. നിരാശാജനകമെന്ന് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും 5-ാം തീയതി പ്രതീക്ഷിക്കേണ്ടത്? കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടുമില്ലാത്ത അവസ്ഥയാണ്. നോക്കൂ, ഈ കേന്ദ്രം ഇപ്പൊ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയതല്ലല്ലോ, നമുക്ക് അതറിയാം. അത് നിങ്ങളിപ്പോ അംഗീകരിച്ചതിൽ വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ കേന്ദ്ര സർക്കാർ 2014 BJP അധികാരത്തിൽ വന്നത് മുതൽ കേരളത്തെ പരമാവധി വരിഞ്ഞു മുറുക്കാനും ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അത് ഏറ്റവും തീവ്രമായിട്ട് ഇപ്പോൾ അവർ നടപ്പിലാക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തെ എല്ലാ വിധത്തിലും ശ്വാസം മുട്ടിച്ചാലാണ് BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ള ഒരു ധാരണയിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ പറയുന്ന നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നൽകിയ വാഗ്ദാനം എന്താ? പാചകവാതകം സബ്സിഡി അനർഹരായിട്ടുള്ള ആളുകൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് ബാങ്കിലേക്ക് നീക്കിയത്.
അതിനുശേഷം പിന്നീട് ആ സബ്സിഡി ഇന്നേ വരെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ആ സബ്സിഡി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതുപോലെ പാചകവാതകത്തിന്റെ വില ഇപ്പൊ ഇന്നലെ പോലും പാചകവാതക സിലിണ്ടർ വില വർദ്ധിപ്പിച്ചു. അതുപോലെ 300 രൂപയാണ് BJP അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ നരേന്ദ്രമോദി അച്ചാദിൻ വരുമെന്ന് പറഞ്ഞിട്ട് നല്ല ദിനങ്ങൾ വരുമെന്ന് വാഗ്ദാനം നൽകി വന്നിട്ട് അത് ഇപ്പൊ 1200 അതുപോലെ പെട്രോൾ നമ്മുടെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതാണ് 50 രൂപയ്ക്ക് പെട്രോൾ നേടുന്നത്. ഇപ്പൊ 50 രൂപയ്ക്ക് 1/2 ലിറ്റർ പെട്രോളാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാ അർത്ഥത്തിലും കേരളത്തെ അതിനെതിരായിട്ട് മലയാളികൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ കേരള വിരുദ്ധ സംഖ്യകളെ തന്നെ ചെയ്യും. എന്തായാലും വലിയ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല കേന്ദ്ര ബജറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാന ബജറ്റ് എങ്ങനെയായിരിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും മോദി ഗ്യാരണ്ടി ഉറപ്പിച്ച ബജറ്റോ എന്നതാണ് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. പോളിൽ പങ്കെടുത്ത പ്രേക്ഷകരിൽ 75% അതെ എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രമേശ് മണിക്കോത്ത്, ശ്രീ സലിം ചോലമുഖത്ത്, ശ്രീ അജി കുര്യാക്കോസ്. മറ്റൊരു വിഷയമായി ഇനി നാളെ കാണാം. നമസ്കാരം.